സുഹൃത്തുക്കളെ, ജെന്നിഫർ ലോപ്പസ് സൗദിയിൽ മേള നടത്തി എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ജെന്നിഫർ ലോപ്പസ് അതുപോലെ തന്നെ 50 കടന്ന വേറെ ചില സ്ത്രീകളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സൗദിയിൽ ഷോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ സാമ്പത്തിക വശം നമ്മൾ ഒന്ന് ചർച്ച ചെയ്യാം. ലോകത്തുള്ള ഏത് രാജ്യത്തിനും പെട്രോൾ വാങ്ങണമെങ്കിൽ അമേരിക്കൻ ഡോളർ വേണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഈ അമേരിക്കൻ ഡോളർ ഇപ്പോൾ ഗൾഫിൽ നിന്നും ഇന്ത്യയിലോട്ട് പൈസ അയക്കണമെങ്കിൽ അവർ ഡോളറിലാണ് അയക്കുക. അത് പിന്നെ ബാങ്ക് കൺവേർട്ട് ചെയ്തിട്ട് രൂപയിൽ നമുക്ക് പൈസ തരും നാട്ടിൽ. അതേപോലെ ബാർട്ടർ സമ്പ്രദായമാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, റെസ്റ്റോറൻറ്റ് എന്ന് പറയാം, അവിടെ പോയി ഭക്ഷണം കഴിച്ചു, പൈസയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? എന്നാൽ കുറച്ച് മാവ് ആട്ടടാന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ, ഞാനിപ്പോൾ സംസാരിക്കുന്ന കമ്പ്യൂട്ടർ, ഇതെല്ലാം ഭൂമിയിൽ കിടന്ന വസ്തുക്കളാണ്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ കടപ്പുറത്തുള്ള മണലിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് വേർതിരിച്ചെടുക്കണം, അതിന് അധ്വാനമുണ്ട്. ആ അധ്വാനത്തിൻ്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത്, കഷ്ടപ്പാടിൻ്റെ വിലയാണ്. ആ കഷ്ടപ്പാട് പലതരത്തിലുണ്ട്. നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. നമ്മളുടെ കഷ്ടപ്പാടിന് നാട്ടുകാർക്ക് ഉപകാരം വേണം, അവർക്ക് ആവശ്യം വേണം. അപ്പം അങ്ങനെ പല സംഗതികളും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് നമ്മളുടെ അധ്വാനം ആവശ്യമുള്ളപ്പോൾ അവരത് ആവശ്യപ്പെടും, തിരിച്ച് നമ്മളും അവരുടെ അധ്വാനം ആവശ്യപ്പെടും. മുമ്പ് ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ ഇറാനും റഷ്യയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സാധന കൈമാറ്റത്തിലൂടെയാണ് വ്യാപാരം നടത്തുന്നത്. കാരണം അവർക്കൊരു ഗ്ലോബൽ കറൻസി ഇല്ല. ഇപ്പോൾ അതിന് പകരമായിട്ട് ബ്രിക്സ് ഒരു കറൻസിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കോമൺ ആയിട്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഭാഗമായിട്ട് എല്ലാവർക്കും രൂപ എന്നുള്ളത് ഒറ്റ കറൻസി ആയതുപോലെ ഇവരുടെ കൂട്ടായ്മയിൽ ഭാഗമായ എല്ലാവർക്കും ഒരു കറൻസി, ആ കറൻസിക്ക് നിശ്ചിത വിലയുണ്ടാകും. ഡോളറിന് സമാന്തരമായിട്ട് ഉള്ളൊരു കറൻസിയാണ്. പെട്രോളിയം വാങ്ങണമെങ്കിൽ നാട്ടുകാർക്ക് ഡോളർ വേണം. സൗദിയുടെ കയ്യിൽ നിന്നും നമ്മൾ പെട്രോൾ വാങ്ങുന്നു, പൈസ ആർക്ക് കൊടുക്കുന്നു? അമേരിക്ക കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗദിയുടെ കയ്യിൽ നിന്നും പെട്രോൾ വാങ്ങുന്നു, പണം അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം അമേരിക്ക കൊടുക്കുന്നു. അപ്പം അമേരിക്ക സൗദിക്ക് എന്ത് കൊടുക്കും? അപ്പം അവിടെയുള്ള പഴഞ്ചൻ ആയുധങ്ങളൊക്കെ സൗദിക്ക് കൊടുക്കും. ഇപ്പോഴത്തെ രാജാവ് കുറച്ച് ലിബറൽ ആയതുകൊണ്ട് അമേരിക്കൻ സ്ത്രീകളൊക്കെ അവിടെ അരയും നെഞ്ചുമൊക്കെ കാണിച്ച് ആ കടം വീട്ടുന്നു. അമേരിക്കൻ ട്രഷറിയിൽ ഒരുപാട് സൗദി ബോണ്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അമേരിക്ക സൗദിക്ക് ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, അതൊക്കെ അവിടെ കടമായിട്ട് വെച്ചിരിക്കുകയാണ്. റഷ്യക്കും ഒരുപാട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. റഷ്യ യുദ്ധം ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ പൈസ അമേരിക്ക തരില്ല എന്ന് പറഞ്ഞു, ആക്രമിച്ചു വന്നു. ഇപ്പോൾ ഇറാഖ് ആ കാരണമായി ആക്രമിച്ച അമേരിക്കയെ എന്തിൻ്റെ പേരിൽ പണിഷ് ചെയ്യും? അപ്പം ഇങ്ങനെ ലോക ഗുണ്ടായുസം കാണിക്കുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം. യുക്രൈൻ റഷ്യയും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, പരസ്പരം തമ്മിലടിച്ച് ചാവുകയാണ്. അത് വേറെ കാര്യം. അത് നമ്മളാരും ക്രിസ്ത്യാനിയുടെ പേരിൽ കൂട്ടാറില്ല. ലാറ്റിൻ അമേരിക്കയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. നിങ്ങൾ UN ഡാറ്റ നോക്കിയാൽ മതി. അതാരും ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ കൂട്ടാറില്ല. അപ്പോൾ അമേരിക്ക ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ അവിടുത്തെ പൗരന്മാർ പ്രതികരിക്കും. മിഡിൽ ഈസ്റ്റുകാർ പെട്രോൾ വിൽക്കുമ്പോൾ അമേരിക്ക എന്തിന് പൈസ വാങ്ങുന്നു എന്നുള്ളത് അവിടുത്തുകാരുടെ ചോദ്യമാണ്. ഇന്ത്യ പെട്രോൾ വിൽക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കാശ് വാങ്ങേണ്ടത്. കാശ് അമേരിക്ക എങ്ങനെ വാങ്ങും? അതൊരു ചോദ്യമല്ലേ? അപ്പോൾ നമ്മൾ അമേരിക്കയോട് ചോദിക്കുമ്പോൾ പുറം കിട്ടുമ്പോൾ തരാം. അങ്ങനെ കടം എന്ന് പറഞ്ഞാൽ അമേരിക്ക കടത്തിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? എന്നും അമേരിക്ക ശക്തരായിരിക്കും, അതുകൊണ്ട് കടങ്ങളൊന്നും കൊടുക്കണ്ട, ഞാൻ തരാതിങ്ങനെ പറയുകയാണ്. അപ്പോൾ സൗദിക്കാർ വിചാരിച്ചു എന്തായാലും ഇവന്മാർ പൈസ തരുന്നില്ല, ഓക്കെ, അവിടെ നിന്നുള്ള ചില പെണ്ണുങ്ങൾ അങ്ങോട്ട് വരട്ടെ, നെഞ്ചും അരയും കാണിക്കട്ടെ, അങ്ങനെയെങ്കിലും അങ്ങനെ മുതലാവട്ടെ എന്ന് സൗദിക്കാരും വിചാരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ശരി.